Hi, welcome one and all to yet another episode of Mind and Myth. ലാസ്റ്റ് നമ്മുടെ എപ്പിസോഡിലെ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് ദ 2 കപ്പ് മെത്തേഡിന് എല്ലാവരും തന്ന സപ്പോർട്ടിന് വളരെയധികം താങ്ക്സ്. ഇന്ന് നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പലരും നേരിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മാനിഫെസ്റ്റേഷന് വാട്ടർ യൂസ് ചെയ്തത്? വാട്ട് ഇസ് ദ പവർ ഓഫ് വാട്ടർ? അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗോയിങ് ടു ബി വെരി യൂസ്ഫുൾ ഫോർ യു. സോ സ്റ്റേ വിത്ത് മീ, കീപ് വാച്ചിങ് മൈൻഡ് ആൻഡ് മിത്ത്. സോ വാട്ടർ, വാട്ട് ഇസ് വാട്ടർ? വെള്ളം അതെന്താണ്? നമ്മുടെ ഹ്യൂമൻ ബോഡി, ആസ് വി ഓൾ നോ, നമ്മുടെ ശരീരത്തിന് ദർ ഇസ് എ ഫിസിക്കൽ പാർട്ട്, അതാണ് എല്ലാവരും കാണുന്ന പാർട്ട്, ആൻഡ് ദർ ഇസ് എ സോൾ. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഈ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ദ ഫിസിക്കൽ ബോഡി ദാറ്റ് ഈസ് സീൻ ബൈ ദ അതർ പേഴ്സൺ. And obviously, from your character, everyone will understand about you. So, this physical body, which is made up of 72% of water, is to be taken care of. അപ്പോൾ നമ്മുടെ ബോഡിയിലെ മെജോറിറ്റി ഉള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ ആ വാട്ടർ നമ്മളോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡി വിൽ ഓൾസോ ഗെറ്റ് എഫക്റ്റഡ്. ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ലാസ്റ്റ് ഒരു 10 years ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഒരു ഫീൽഡാണ് വാട്ടർ. വാട്ടറിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിവിങ് ബീയിങ്ങിനെ, നോട്ട് ഓൺലി ഹ്യൂമൻസ്, ഹൂഎവർ ഇറ്റ് ഈസ്, ഒരു ലിവിങ് ബീയിങ്ങിൻ്റെ ഇമോഷൻസ് അനുസരിച്ച് വാട്ടറിൻ്റെ മോളിക്യുലാർ സ്ട്രക്ചറിന് തന്നെ വ്യത്യാസമുണ്ടാകും. അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ H2O നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ദ മോളിക്യുലാർ സ്ട്രക്ചർ വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ഇമോഷൻസ് ഓഫ് വാട്ടർ. ഇപ്പോൾ ഒരു ഗ്ലാസ് വാട്ടറിനെ നോക്കി ദിസ് ഇസ് ബാഡ്, ദിസ് ഇസ് നോട്ട് ഗുഡ് ഫോർ മീ എന്ന് പറഞ്ഞ് നിങ്ങളത് കുടിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ഹാവ് ദറ്റ് മെമ്മറി. നമുക്കൊരോ റിലീജിയസ് ബിലീവ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ പള്ളികളിൽ പോകാറുണ്ട്, അമ്പലങ്ങളിൽ പോകാറുണ്ട്, അങ്ങനെ ബിലീവ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് തീർത്ഥം തരാറുണ്ട്. അത് നമ്മൾ ഭയങ്കര ഡിവൈനായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ആ ഒരു ഡിവൈനായിട്ട് കരുതുന്നതിന് പിന്നിലുള്ള റീസൺ ഇതാണ്. വാട്ടർ ഹാസ് ദ മെമ്മറി ഓഫ് ദാറ്റ് ഡിവൈൻ. ആ ഒരു ഗോഡിൻ്റെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു മെമ്മറി വാട്ടറിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് അത്ര ഓസ്പീഷ്യസ് ആയിട്ട് കണക്കാക്കുന്നത്. ഒരു എക്സാമ്പിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരു 1 day വിത്തൗട്ട് വാട്ടർ നിങ്ങൾ കഴിയുകയാണ്. ദ നെക്സ്റ്റ് മൊമെൻറ്റിൽ വാട്ട് യു വിഷ് ഫോർ അസ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ദൈവം എന്ന് പറയുന്നത് വെള്ളമാണ്. അതാണ് വാട്ടറിൻ്റെ വാല്യൂ. ഇനിയുമുണ്ട് വാട്ടറിന് വളരെയധികം ഇമ്പോർട്ടൻസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാട്ടർഫോൾസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു 20-25 ഫീറ്റിൽ നിന്നൊക്കെ വീഴുന്ന വെള്ളം, അത് നിങ്ങൾക്ക് ടച്ച് ചെയ്യാനുള്ളൊരു അവസരമൊക്കെ കിട്ടിക്കാണും. ഒരു സിൽക്കി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഒരു സിൽക്കി ഫീലിംഗ് ആണ്. സെയിം ആണ് നമ്മുടെ ഒരു വലിയ പ്ലാന്റേഷൻസിലൊക്കെ വാട്ടർ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയും അങ്ങനെ പല ഫോംസിൽ കൊടുക്കാറുണ്ട്. അപ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, വാട്ടറിൻ്റെ മോളിക്യുലാർ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കാരണം ആക്ച്വലി നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നിയർലി ഒരു 10% ഓഫ് വാട്ടർ കൺസംഷൻ മതി അത്രയും ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ദ സയൻറ്റിഫിക് റീസൺ. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ. ഇത്രയും ഇമ്പോർട്ടൻസ് വാട്ടറിനുള്ളപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു സത്യം എന്ന് പറഞ്ഞാൽ, വി ഷുഡ് റിയലൈസ് ഇറ്റ് അറ്റ്ലീസ്റ്റ് ടുഡേ. നിയർലി 70% ഓഫ് ദ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ വേരിയസ് സോഴ്സസ് ഓഫ് വാട്ടർ. അതേപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ്റെ 80% സോഴ്സ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വേസ്റ്റ് ആണ്. ഏകദേശം 6 billion pounds ഓഫ് വേസ്റ്റ് ആണ് ഓഷ്യൻസിൽ വർഷാവർഷം ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഐ മീൻ ദ പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള
വാട്ടറിനെയാണ് നമ്മൾ ഏറ്റവും പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു റിയലൈസേഷനിൽ നിന്ന് വേണം ഈ വീഡിയോ കണ്ടു തുടങ്ങാൻ. നൗ വി ആർ ഗോയിങ് ഓൺ ടു ദ ടോപ്പിക് how we treat water, how water can be treated beneficially for the human comforts, success and prosperity. വെൽക്കം ഓൾ. ഒരു പക്ഷെ നമ്മൾ സ്ഥിരമായി തെറ്റായിട്ട് വാട്ടർ കുടിക്കുന്നതും വാട്ടറിനെ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഒന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിന് മുൻപും ഭക്ഷണത്തിന് ശേഷവും നമ്മൾ കുടിക്കുന്ന വെള്ളം. മോസ്റ്റ്ലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വെള്ളം കുടിക്കുന്ന സ്വഭാവക്കാരായിരിക്കും മെജോറിറ്റി ഓഫ് നമ്മൾ. ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പദാർത്ഥങ്ങൾ വിൽ ഡയറക്റ്റ്ലി റീച്ച് വിത്തൗട്ട് ഡൈജഷൻ. ഇത് കാരണം ഇൻഡൈജഷൻ, ബ്ലോട്ടിങ് അങ്ങനത്തെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അഗെയിൻ ഐ എം ടെല്ലിങ്, ഹെൽത്ത് ഇഷ്യൂസ് അഫക്റ്റിംഗ് അവർ ഫിസിക്കൽ ബോഡി വിൽ subsequently affect our mind. അത് തിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബിഫോർ ദ മീൽസ് അരമണിക്കൂറിന് മുമ്പ്, ആഹാരം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് യു ക്യാൻ ഡ്രിങ്ക് വാട്ടർ. ആൻഡ് ആഹാരം കഴിച്ചതിന് 1 hour കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മളുടെ ഡൈജഷൻ പ്രോപ്പർ ആവുകയുള്ളൂ. ദാറ്റ് ഈസ് ദ ടിപ്പ് നമ്പർ 1. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ യൂഷ്വലി ബോട്ടിൽസിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന രീതി. ഈ രീതിയിൽ വെള്ളം കുടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, നമ്മൾ വിഴുങ്ങുവാണ് അല്ലേ. നമ്മുടെ ശരിക്കും ആമാശയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അസിഡിക് ഇൻ നേച്ചർ ആൻഡ് നമ്മുടെ സലൈവ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൽക്കലൈൻ ഇൻ നേച്ചർ. ഈ ആൽക്കലിനിറ്റി മിക്സ്ഡ് അലോങ് വിത്ത് ദ അസിഡിക് നേച്ചർ, ആ ഒരു ബാലൻസാണ് നമ്മുടെ ബോഡിയെ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ബോട്ടിൽ നിന്ന് ഈ രീതിയിൽ കുടിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ സലൈവയുടെ കണ്ടന്റ്, ആ ആൽക്കലൈൻ കണ്ടന്റ് വല്ലാതെ കുറഞ്ഞു പോകും. സോ ദിസ് വിൽ അഗെയിൻ ലീഡ് ടു ഇൻഡൈജഷൻ, ബ്ലൂട്ടിങ് എക്സെട്ര. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ വെള്ളം സിപ്പ് ചെയ്താണ് കുടിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ ടിപ്പ് നമ്പർ 2. ഇനി നമുക്ക് തേർഡ് കേസിലേക്ക് പോകാം. തേർഡ് കേസിൽ നിന്ന് നമ്മൾ യൂഷ്വലി നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ടയേർഡാവുന്ന ജോലിയൊക്കെ ചെയ്തിട്ട് വന്ന് ഓടിപ്പോയി ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ തണുത്ത വെള്ളം എടുത്ത് കുടിക്കും. നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നെഗറ്റീവ് റിസൾട്ട്സ് തരുന്ന ഒരു കാര്യമാണ് തണുത്ത വെള്ളം കുടിക്കുന്നത്. തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഒന്നാമത് കുറേ നെഗറ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് സോർ ത്രോട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസ് ഷ്രിങ്ക് ചെയ്യും. ഇത് കാരണം നമുക്ക് നമ്മുടെ ഫാറ്റ്സ് ഒന്നും ഡൈജസ്റ്റ് ആവത്തില്ല, സോളിഡിഫൈ ചെയ്യും ഡൈജസ്റ്റ് ആവാതെ. അതേപോലെ നമ്മുടെ ഹാർട്ട് റേറ്റ്സ് ഡിക്രീസ് ചെയ്യും. ഇതൊരു സീരിയസ് ഹെൽത്ത് ഇഷ്യൂ ആണ് ലോങ് റണ്ണിൽ. ഇപ്പം നമുക്ക് ഇൻ പെർട്ടിക്കുലർ നമുക്കിപ്പോൾ തണുത്ത വെള്ളം കുടിക്കുന്ന ഹാബിറ്റ് ഉള്ളവരാണ്. അങ്ങനെയുള്ളവർ മൺകുടങ്ങളിൽ, പണ്ടുള്ള രീതിയാണ്, മൺകുടങ്ങളിൽ വെള്ളം നിറച്ച് വെച്ച് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് തണുത്ത വെള്ളം കുടിക്കാനുള്ള മാർഗമാണ്. അല്ലാതെ ചിൽഡ് വാട്ടർ ഇസ് കംപ്ലീറ്റ്ലി ബാഡ് ഫോർ അവർ ഹെൽത്ത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡ്രിങ്കിങ് ടു മച്ച് ഓഫ് വാട്ടർ. അപ്പം നമ്മളെല്ലാവരും എല്ലാ പുസ്തകങ്ങളിലും കാര്യങ്ങളും വീഡിയോസിലും ഒക്കെ കേട്ടിട്ടുള്ള കാര്യമാണ്, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. സോ നമ്മൾ ഒരു 5 മിനിറ്റ് കൂടുമ്പോഴും വെള്ളം സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്സസ് ഓഫ് വാട്ടർ കുടിക്കുമ്പം സംഭവിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് വാട്ടർ സിപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, യൂഷ്വലി നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ട വാട്ടറിനെ ബോഡി അബ്സോർബ് ചെയ്യുന്നു, ബാക്കി വെള്ളം ത്രൂ ഔട്ട് ചെയ്യുന്നു. ഈ ഒരു കുറച്ച് ടൈം ഗ്യാപ്പിൽ നമ്മൾ സിപ്പ് ചെയ്ത് എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ട് ഇരുന്നാൽ ആ ബോഡി വിൽ ബി ഇൻ എ കൺഫ്യൂഷൻ. കുറേ ഏറെ വെള്ളം, ആവശ്യമുള്ളതിൽ കൂടുതൽ വെള്ളം നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സെൽസ് എല്ലാം തന്നെ സ്വെല്ല് ചെയ്യും. എസ്പെഷ്യലി ദ സെൽസ് ഇൻ ബ്രെയിൻ വിൽ സ്വെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഗ്രോയിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരണ്ട. സ്വെല്ലിങ് സംഭവിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. നമ്മുടെ സോഡിയം ലെവൽസ് ഒക്കെ കുറയും. അങ്ങനെ വരുന്നത് ഒരു സീരിയസ് ഹെൽത്ത് കണ്ടീഷനാണ്. അപ്പോൾ ടു മച്ച് ഓഫ് വാട്ടർ ഇസ് ഓൾസോ നോട്ട് ഗുഡ്. സോ വാട്ട് ഈസ് ദ കറക്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ? ഇറ്റ് ഡിപ്പെൻസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വഭാവം. നമ്മളിപ്പം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ,
നമ്മളധികം വെള്ളം കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ഓക്കെ. പിന്നീട് അല്ലാത്തവരാണെങ്കിൽ 2.5 to 3 liters is the most apt amount of water you should drink in a day. Next, the last point is standing and drinking. നമ്മൾ പലപ്പോഴും നമ്മുടെ ബിസി ഷെഡ്യൂളിൽ നമ്മൾ പെട്ടെന്ന് വരുന്നു, എവിടെയെങ്കിലും പോയിട്ട് പെട്ടെന്ന് വരുന്നു, നമ്മുടെ ടേബിളിൽ നമ്മുടെ ബോട്ടിൽ ഉണ്ടാവുമോ, വിൽ ടേക്ക് ദാറ്റ് ബോട്ടിൽ, വിൽ ഡ്രിങ്ക് ദാറ്റ് വാട്ടർ, നമ്മൾ ആ വെള്ളം കുടിക്കുന്നു, വെക്കുന്നു, നമ്മൾ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നടന്നുകൊണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മൾ നിൽക്കുന്നു, നടക്കുന്നു, ആ പൊസിഷനിലൊക്കെ നമ്മുടെ നെർവ്സൊക്കെ ഭയങ്കര വർക്കിലാണ്, അവർ സ്ട്രെസ്ഡ് ആണ്. ഈ അവസ്ഥയിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ കിഡ്നിക്ക് വാട്ടറിനെ പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. സോ വെനെവർ യു ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് വാട്ടർ, ടേക്ക് എ മൊമെൻറ്റ്, സമാധാനമായിട്ട് ഇരുന്നിട്ട് സിപ്പ് ഡൗൺ ചെയ്യുക. സോ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, വാട്ട് ക്യാൻ ബി ഡൺ ടു ചേഞ്ച് അവർ ദിസ് ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. സോ ദ നീഡ് ഓഫ് ദ അവർ ഇസ് വെൻ ടു ഡ്രിങ്ക് വാട്ടർ. ഡ്രിങ്ക് വാട്ടർ വെനെവർ യു ആർ തേഴ്സ്റ്റി. ദാഹിക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, രാവിലെ എഴുന്നേറ്റ് ഉടനെ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് യു ഷുഡ് ഡ്രിങ്ക് വാട്ടർ. ഇഫ് ഇറ്റ് ഇസ് ഇൻ എ കോപ്പർ വെസൽ, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വിൽ ബി മൾട്ടിപ്ലൈഡ്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീൽസിന് 30 minutes മുമ്പും മീൽസ് കഴിഞ്ഞിട്ട് 1 hour കഴിഞ്ഞിട്ടും വെള്ളം കുടിക്കുക. ഇനി എങ്ങനെയുള്ള വാട്ടറാണ് ഡ്രിങ്ക് ചെയ്യേണ്ടത്? നമ്മുടെ ഹ്യൂമൻ ടെമ്പറേച്ചർ, ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ, നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഇസ് 36 degrees Celsius. അതിൽ നിന്ന് 4 degrees Celsius വേരി ചെയ്യുന്ന ടെമ്പറേച്ചർ ഉള്ള വാട്ടർ നമുക്ക് ഡ്രിങ്ക് ചെയ്യാം. ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ്, 8 degree വേരി ചെയ്യുന്ന ടെമ്പറേച്ചർ, 36-ൽ നിന്ന് 8 degrees വേരി ചെയ്യുന്ന ടെമ്പറേച്ചർ ഉള്ള വാട്ടർ, ദാറ്റ് ഈസ് 44 degrees Celsius. ആൻഡ് ഇഫ് യു ആർ എ ഹൗസ് ഹോൾഡർ, ഒരു 12 degree Celsius വേരി ചെയ്യുന്ന വാട്ടർ യു ക്യാൻ ഡ്രിങ്ക്. സോ ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. ആൻഡ് ഹൗ ടു ഡ്രിങ്ക് വാട്ടർ നേരത്തെ പറഞ്ഞു, സിപ്പ് ചെയ്യുക, സിറ്റിംഗ് പൊസിഷനിൽ കാമായിട്ട് വാട്ടർ കുടിക്കുക. I prefer, my dear friends, all of you should buy a copper vessel to drink water. You'll see the change. I have experienced it. Within months, you can see the change. നമ്മൾ വാട്ടറിനോട് നന്നായിട്ട് റിയാക്ട് ചെയ്യുക. Water will respond in the same way to us. It is the fundamental lifetime partner of our body and mind. Use it thoroughly and you will get the results done. Thank you for watching Mind and Myth. As usual, something amazing is awaiting you. Thank you.